നമസ്കാരം. ഇന്ന് ഞാൻ പ്രവചിക്കാൻ പോകുന്നത് തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ ഈ കുംഭമാസത്തിലെ ഫലങ്ങളാണ് പ്രവചിക്കുന്നത്. കലാപരമായ തൊഴിലുകൾ ചെയ്ത് ജീവിക്കുന്ന കലാകാരന്മാർക്ക് ഈ കുംഭമാസം വളരെയധികം സാമ്പത്തിക ഗുണങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാം. അവസരങ്ങളും ധാരാളം ലഭിക്കുന്നതാണ്. അതുപോലെ കലാപരമായ തൊഴിലുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ അവസരങ്ങൾ അവർക്ക് ഉപയോഗപ്പെടുത്താം. ശ്രമിച്ചാൽ ഗുണനിലവാരമുള്ള വിദ്യാപീഠങ്ങളിൽ തീർച്ചയായിട്ടും അവർക്ക് പഠിക്കാവുന്നതാണ്. നൃത്തം, അഭിനയം, ആലാപനം, ചിത്രരചന, കവി, രചനയിതാവ്, സംഗീത സംവിധാനം എന്നിവ പോലുള്ള കലാകാരന്മാർക്കും കലാകാരികൾക്കുമാണ് ഈ ഗുണം കിട്ടുന്ന കാര്യങ്ങളുള്ളത്. സാഹിത്യം കൈകാര്യം ചെയ്യുന്നവർക്കും വളരെയധികം ഗുണങ്ങൾ കിട്ടുന്നു. അധ്യാപകർക്കും, അതായത് സ്കൂൾ മുതൽ പ്രൊഫഷണൽ കോളേജ് വരെയുള്ള എല്ലാ അധ്യാപകർക്കും സാമ്പത്തിക ഗുണങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാം. മറ്റവസരങ്ങൾ ലഭിക്കും. സൗണ്ട് റെക്കോർഡ് ചെയ്യുന്നവർക്കും അതിൻ്റെ സൗണ്ട് റെക്കോർഡുകൾക്കും മറ്റു ടെക്നീഷ്യന്മാർക്കും വളരെ ഗുണകരമായിട്ടുള്ള ഒരു സമയമാണ്. അവർക്ക് ധാരാളം വർക്കുകൾ ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ മേഖലയിൽ വിദഗ്ധന്മാർക്ക് കമ്പ്യൂട്ടറിൻ്റെ കേടുപാടുകൾ തീർത്ത് കൊണ്ടുപോകാനുള്ള ആൾക്കാർക്കും അതിൻ്റെ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിനും അതിൻ്റെ എല്ലാവർക്കും ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ എല്ലാവർക്കും വളരെ ഗുണങ്ങൾ കിട്ടുന്നൊരു സമയം കൂടിയാണ്. അതുപോലെ ടെലിഫോൺ ഓപ്പറേറ്റർ മാർക്കും വാർത്താ അവതാരകർക്കും എല്ലാം ഈ കുംഭമാസത്തിൽ വളരെ മെച്ചപ്പെട്ട ഒരു സമയമാണ്. വാർത്താ അവതാരകർക്കും എല്ലാവർക്കും വളരെ ഗുണമുള്ളൊരവസരമാണ്. അതുപോലെ തെറാപ്പിസ്റ്റുകളായി ജോലി നോക്കുന്നവർക്കും വളരെയധികം അവസരമാണ്. ജോലി ചെയ്യുന്നവർക്കും വളരെയധികം ഗുണങ്ങൾ കിട്ടുന്നു. സാമ്പത്തിക ലാഭങ്ങൾ തീർച്ചയായിട്ടും അവർക്ക് പ്രതീക്ഷിക്കാം. വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് വാങ്ങാനുള്ള അവസരമാണ്. വീട് വാങ്ങാൻ സാധിക്കും. വീട് നിർമ്മിക്കാൻ സ്ഥലം വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്കും ഉത്തമമായ വാസ്തുപ്രകാരമുള്ള നല്ല സ്ഥലങ്ങൾ അവർക്ക് ലഭിക്കാം. ശ്രദ്ധിച്ചാൽ മാത്രം നാൽക്കാലികളിൽ നിന്ന് ലാഭം കിട്ടും. നാൽക്കാലികൾ വളർത്തുന്നവരെ വളരെ ശ്രദ്ധിച്ചാൽ മാത്രമേ ലാഭം കിട്ടുകയുള്ളൂ. സർക്കാർ ജോലിക്കോ അതുപോലെ തന്നെ പ്രൈവറ്റ് ജോലിക്കോ ശ്രമിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ശ്രമിച്ചു കഴിഞ്ഞാൽ ശ്രമം തുടരുക, ജോലി ലഭിക്കുക തന്നെ ചെയ്യും. നാൽക്കാലികളെ വളർത്തുന്നത് ലാഭമാണ് എങ്കിലും ചില സമയം അതില്ലാത്തൊരവസ്ഥ വന്നേക്കാം. ശ്രദ്ധിക്കുക. ഞാനിവിടെ പ്രവചിക്കാൻ പോകുന്നത് മോശ ഫലങ്ങളെ കുറിച്ചാണ്. നാൽക്കാലികളെ വളർത്തുന്നവർ വളരെ ശ്രദ്ധിക്കുക. കാരണം അതിന് പല രീതിയിലും അസുഖങ്ങളും മറ്റുള്ള കാര്യങ്ങളും വരേണ്ട സാധ്യതയുണ്ട്. അത് ശ്രദ്ധിക്കുക. പരാജയ അനുഭവങ്ങൾ വരാം. എവിടെയും നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ പരാജയങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും ശകാരം, കോപം, ശാസന എന്നിവ ലഭിച്ചേക്കാം. ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും കലഹം വന്നേക്കാം. ലോൺ റിക്കവറി നോട്ടീസ്, അതായത് ലോൺ എടുത്തിട്ട് തിരിച്ചടവ് മുടങ്ങിയവർക്ക് ലോണിൽ നിന്ന് അവിടെ അവർ റിക്കവറി നടപടികളായിട്ട് മുന്നോട്ട് പോകേണ്ട നോട്ടീസ് ലഭിക്കും. അത് നിങ്ങൾ വേണ്ടത് കൈകാര്യം ചെയ്യുക. ഈ മാസം ആർക്കും ലോണിന് ജാമ്യം നിൽക്കുകയോ അതായത് ഗ്യാരണ്ടറായിട്ടോ ഒന്നും നിൽക്കരുത്. ആ തിരിച്ചടവുകൾ അവരടയ്ക്കില്ല. അത് മുടങ്ങി തന്നെ വരും. നിങ്ങൾ മുഴുവൻ തുകയും അടയ്ക്കാൻ നിങ്ങൾ ബാധ്യസ്ഥനായി തീരും. അതുകൊണ്ട് നിൽക്കരുത്. ഏതിനിറങ്ങി തിരിച്ചാലും വിഘ്നം വരുന്ന ഒരു സന്ദർഭവും വന്നേക്കാം. ശ്രദ്ധിക്കുക. ഞാനിവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. ഇത് 100% കൃത്യതയോടെയുള്ള ജ്യോതിഷ ഫലങ്ങൾക്ക് നിങ്ങൾ ജാതക പരിശോധന ആവശ്യമാണ്. ഇങ്ങനെ തടസ്സങ്ങൾ എന്തെങ്കിലും വന്ന് നിങ്ങൾക്ക് അനുഭവം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മഹാവിഘ്ന വിനേശ്വരനായ മഹാവിഘ്നങ്ങളെല്ലാം നീക്കിത്തരുന്ന മഹാഗണേശ്വരനെ ശരണം പ്രാപിച്ച് ഗണപതി ഹോമമോ പൂജയോ നിങ്ങളുടെ കഴിവനുസരിച്ച് ചെയ്യുക. തീർച്ചയായിട്ടും അത് പരിഹാരമാകും. ഈ കുംഭമാസത്തിൽ നിങ്ങൾക്ക് എല്ലാവിധ സുഖസമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആരോഗ്യങ്ങളും സകല സൗഭാഗ്യങ്ങളും ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ഉള്ള ജാതകപരമായതോ ജ്യോതിഷപരമായതോ പൂജാപരമായതോ വാസ്തുപരമായതോ അതോ രുദ്രാക്ഷം ധരിക്കുന്നതിനോ രത്നം ധരിക്കുന്നതിനോ ഉള്ള സംശയങ്ങൾ മാറുന്നതിന് എൻ്റെ ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടുക. തീർച്ചയായിട്ടും ഞാൻ എനിക്കറിയാവുന്ന രീതിയിൽ ഉത്തരം നൽകുന്നതാണ്. നന്ദി, നമസ്കാരം.